നമസ്കാരം. ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. കേന്ദ്ര ഫണ്ടുമായി ബന്ധപ്പെട്ട് തമിഴ്നാടും കേന്ദ്ര സർക്കാരും തമ്മിൽ നടക്കുന്ന വാക്പോരിനിടെ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചില ആളുകൾ ഒരു കാര്യവുമില്ലാതെ കരയുമെന്നാണ് മോദിയുടെ ഏറ്റവും പുതിയ പരാമർശം. തമിഴ്നാട്ടിൽ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ നടത്തിയ പ്രസംഗത്തിലായിരുന്നു പരാമർശം. പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ ഇന്നും ഇഡി കൊച്ചി ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തു. ഗോകുലം ഗ്രൂപ്പിന്റെ കോഴിക്കോട്, ചെന്നൈ ഓഫീസുകളിൽ കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ നീണ്ട റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു നടപടി. കോടമ്പാക്കത്തെ ഗോകുലം ഓഫീസിൽ നിന്ന് 1.5 കോടി രൂപയും പിടിച്ചെടുത്തിരുന്നു. ഇതിൽ വ്യക്തത വരുത്താനായിരുന്നു ചോദ്യം ചെയ്യൽ. പിണറായി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് CPM നേതാവ് G സുധാകരൻ. കേരളം എല്ലാത്തിലും ഒന്നാമതാണെന്ന് പറഞ്ഞു നടക്കുന്നത് ആദ്യം നിർത്തണമെന്നും എല്ലാത്തിലും ഒന്നാമതായ നമ്മൾ ലഹരിയിലും ഒന്നാമതാണെന്നും G സുധാകരൻ. ആരോഗ്യ വ്യവസായ വകുപ്പുകളുടെ പ്രവർത്തനത്തെയും സുധാകരൻ വിമർശിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ അംഗമായ സുധാകരൻ തന്നെയാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പാലക്കാട് മുണ്ടൂരിൽ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന 23-കാരനെയും അമ്മയെയും കാട്ടാന ആക്രമിച്ച സംഭവത്തിൽ വനംവകുപ്പിന് വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച കണ്ടെത്തിയാൽ നടപടിയെടുക്കുന്നതിന് സർക്കാരിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്നും മന്ത്രി. ഇന്നലെ വൈകിട്ടാണ് അമ്മയ്ക്കും മകനും നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ അലൻ കൊല്ലപ്പെട്ടു. വർഷങ്ങളായി വെളിച്ചമോ വഴിയോ സൗകര്യങ്ങളോ ഇല്ലാതെ ദുരിതത്തിലാണ് അലന്റെ കുടുംബം ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ. നാട്ടുകാരൊന്നടങ്കം ഈ ആവശ്യങ്ങൾ അധികാരികളെ അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നും നാട്ടുകാർ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പ്രതി ചേർക്കപ്പെട്ട മാസപ്പടി കേസിൽ വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. പിണറായിയെ അടിക്കാൻ വേണ്ടി മകളെ കരുവാക്കിയതാണെന്നും വീണ പണം വാങ്ങിയത് നൽകിയ സേവനത്തിനാണെന്നും അതിന് നികുതിയും നൽകിയിട്ടുണ്ടെന്നും MA ബേബി. ആലപ്പുഴയിൽ നിന്നും 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിൽ നടൻ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ. കേസിൽ തന്നെ പ്രതിയാക്കുമെന്നും അറസ്റ്റ് ചെയ്യുമെന്ന് പേടിയുണ്ടെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് നടന്റെ ആവശ്യം. താൻ നിരപരാധിയാണെന്നും അറസ്റ്റിലായാൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങുമെന്നും ഹർജിയിൽ പറയുന്നു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നടൻ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. വിചാരണ അവസാന ഘട്ടത്തിലെത്തിയെന്ന വിലയിരുത്തലിലാണ് ഹർജി തള്ളിയത്. നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയിരുന്നു. തുടർന്നാണ് ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. കേസ് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രതിക്ക് ആവശ്യപ്പെടാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് നേരത്തെ ദിലീപിന്റെ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിയത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അവസാന ഘട്ടത്തിൽ അന്തിമവാദം പൂർത്തിയാക്കി. ജൂണിൽ വിധി. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ IPL പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ഗുജറാത്ത് ടൈറ്റൻസ് പേസർ ഇഷാന്ത് ശർമ്മയ്ക്ക് പിഴ. ആർട്ടിക്കിൾ 2(2) കീഴിൽ ലെവൽ 1 നിയമലംഘനമാണ് ഇഷാന്ത് നടത്തിയത്. മാച്ച് റഫറിയുടെ അനുമതിയോടെയാണിത്. ഇക്കാര്യത്തിൽ മാച്ച് റഫറിയുടെ തീരുമാനം അന്തിമമാണ്. മാച്ച് ഫീയുടെ 25% പിഴയാണ് വിധിച്ചത്. ഒരു ഡീമെറിറ്റ് പോയിന്റ് ലഭിച്ചു. മത്സരത്തിൽ 4 ഓവർ എറിഞ്ഞ ഇഷാന്ത് 53 റൺസിന് വഴങ്ങിയിരുന്നു. സീസണിൽ പിഴ ഈടാക്കപ്പെടുന്ന 5ാമത്തെ താരമാണ് ഇഷാന്ത്. ലോകരാജ്യങ്ങൾക്ക് മേൽ പകരച്ചുങ്കം ചുമത്തിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചില കാര്യങ്ങൾ ശരിയാക്കാൻ ചില മരുന്നുകൾ കഴിക്കേണ്ടി വരുമെന്നും ട്രംപ്. ഉയർന്ന താരിഫ് ചുമത്തിയതിന് പിന്നാലെ ആഗോള വിപണികളിൽ ഇടിവ് വന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു ട്രംപ്. വ്യാപാര പങ്കാളികൾ US-നോട് മോശമായി പെരുമാറാൻ കാരണം ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. മധ്യപ്രദേശിലെ ജബൽപൂരിൽ മലയാളി വൈദികരെയും വിശ്വാസികളെയും മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളുടെ പേരില്ലാതെ പോലീസ് FIR. തിരിച്ചറിയാത്ത 2 പുരുഷന്മാരും സ്ത്രീയുമാണ് പ്രതികളെന്നാണ് FIR-ലെ പരാമർശം. കഴിഞ്ഞ മാസം 31-ന് പോലീസിന് മുന്നിലാണ് അതിക്രമം നടന്നത്. സംഭവത്തിൽ ആദ്യം നടപടിയെടുക്കാതിരുന്ന പോലീസ് പ്രതിഷേധം ശക്തമായതോടെ ഈ മാസം 2-നാണ് FIR രജിസ്റ്റർ ചെയ്തത്. വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് പോലീസ്. FIR-ൽ പേരില്ലാത്ത സാഹചര്യത്തിൽ പ്രതികളുടെ അറസ്റ്റ് വൈകിയേക്കും.